നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഗുരുവായൂർ ദേവസ്ഥയിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. 44 വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്ഥയിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. സാമൂഹിക വ്യവസ്ഥിതികളോട് കലഹിക്കുമ്പോഴും മനുഷ്യരുടെ ഒരുമയ്ക്കും ഐക്യത്തിനുമായി നിലകൊണ്ടവരായിരുന്നു പൗരാണിക കാലഘട്ടത്തിലെ കവികളെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിദാ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം സച്ചിദാനന്ദൻ നിർവഹിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുടെ സേവനമില്ല. രോഗികൾ വലയുന്നു. ഡോക്ടറുടെ സേവനം നിലച്ചിട്ട് 2 മാസത്തോളമായിട്ടും നടപടിയില്ല. അകലാട് നേർച്ചയ്ക്ക് സമാപനം. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 71ാമത് നേർച്ചയ്ക്ക് സമാപനമായത് ഉറൂസ് മുബാറക്കിന്റെ പ്രധാന ഭാഗമായ ഭക്ഷണ വിതരണത്തോടെ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്ഥയിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. 44 വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുംതറയിലായിരുന്നു അന്ത്യം. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8 മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുൻപ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. ജഡം ഇന്ന് വൈകിട്ടോടെ കോടനാട് വനത്തിൽ സംസ്കരിച്ചു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. വടക്കേക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും നടന്നു. വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ C. രാജൻ ആമുഖ പ്രഭാഷണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ വിഷയാവതരണം നടത്തി. ജിഷ ആശംസ നേർന്ന് സംസാരിച്ചു. മെയ് 14 വരെയുള്ള ദിവസങ്ങളിൽ 13 വാർഡുകളിലും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതി യോഗങ്ങൾ ചേരും. മെയ് 10 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും ശുചീകരണം. മെയ് 13, 14 ദിവസങ്ങളിൽ തോട്ടങ്ങളിലും നിർമ്മാണ സ്ഥലങ്ങളിലും ശുചീകരണം. കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ. മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം. മെയ് 17, 18 തീയതികളിൽ നിപ്പ വൈറസ് പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. ആശുപത്രികളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ. മെയ് 20, 21, 22 തീയതികളിൽ ഗാർഹിക പൊതുസ്ഥല ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും. ഈഡിസ് കൊതുക് സാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ സംയോജിത കൊതുക് നിയന്ത്രണം. മെയ് 21 ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി ശുചിത്വ പരിശോധന. മെയ് 29 മുതൽ ജൂൺ 10 വരെ ജലശുദ്ധീകരണ ബോധവൽക്കരണ പരിപാടി. മെയ് 31 ലോക പുകയിലരഹിത ദിനം ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരണം എന്നീ പ്രവർത്തനങ്ങൾ നടത്തും. യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ സ്വാഗതവും സീനിയർ ക്ലർക്ക് ശശികുമാർ നന്ദിയും പറഞ്ഞു. ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മനോജൻ നിര്യാതനായി. പാൻക്രിയാസിന് അസുഖം ബാധിച്ച് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇന്നലെ പുലർച്ചെ ഹൃദയാഘാതം സംഭവിച്ചതാണ് മരണകാരണം. കോഴിക്കോട് വടകര സ്വദേശിയാണ്. അടുത്തിടെ ഗുരുവായൂർ മമ്മിയൂരിലാണ് താമസം. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് വടകരയിലെ തറവാട്ട് വളപ്പിൽ നടന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ അധ്യാപിക ലിജി ബാരിയാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. 2 മാസത്തോളമായി ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടറുടെ സേവനം നിലച്ചിട്ട്. നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ വിദേശത്തേക്ക് പോയതാണ് ചികിത്സ നിർത്തിവെക്കാൻ കാരണം. ഈ ഡോക്ടർ പോകുന്നതിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആശുപത്രി അധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം മറ്റൊരു ഡോക്ടറെ കണ്ടെത്തി നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. NRHMന്റെ കീഴിലാണ് ഡോക്ടറെ നിയമിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർക്ക് വേതനം നൽകുന്നത്. എന്നാൽ ഫണ്ട് വരാത്തതിനാൽ മാസങ്ങളോളമായി NRHM ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വേതനം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇതും ഡോക്ടറെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നതായി പറയുന്നു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി ദിവസവും 500-ലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. മഴക്കാലമായാൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകും. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ നിയമിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് എരുമപ്പെട്ടി.
കടകമ്പാൽ പ്രൈം കേബിൾ വിഷൻ, ക്രൗൺ കേബിൾ വിഷൻ എന്നീ സ്ഥാപനങ്ങളുടെ ഉടമ CK പ്രിൻസന്റെ മാതാവ് പഴഞ്ഞി പട്ടിത്തടം ചെറുവത്തൂർ വീട്ടിൽ മാർത്ത ടീച്ചർ നിര്യാതയായി. 87 വയസ്സായിരുന്നു. CCTVക്ക് വേണ്ടി ചെയർമാൻ KC ജോൺസൺ പുഷ്പചക്രം സമർപ്പിച്ചു. ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ഷാജി വി ജോസ്, KV ശിവദാസൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ, സെക്രട്ടറി അബ്ദുൾ അസീസ്, കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജനറൽ മാനേജർ സിൻഡോ ജോസ്, ജീവനക്കാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് പഴഞ്ഞി IPC ഹെബ്രോൺ സെമിത്തേരിയിൽ നടക്കും. ശോശാമു, കൊച്ചുമോൾ, പോൾസൺ എന്നിവർ മറ്റു മക്കളാണ്. പരേതനായ സണ്ണി, തമ്പി, ബിജു, ഷിബി എന്നിവർ മരുമക്കളുമാണ്. സാമൂഹ്യ വ്യവസ്ഥിതികളോട് കലഹിക്കുമ്പോഴും മനുഷ്യരുടെ ഒരുമയ്ക്കും ഐക്യത്തിനുമായി നിലകൊണ്ടവരായിരുന്നു പൗരാണിക കാലഘട്ടത്തിലെ കവികളെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിധാ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാദൃശ്ചികമായി പല ജാതികളിലോ വർണ്ണങ്ങളിലോ പല മതങ്ങളിലോ മനുഷ്യൻ ജനിച്ചു പോകുന്നു. ഈ യാദൃശ്ചികതയെ വിദ്വേഷത്തിന്റെ കാരണമായി ചിലർ മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പഴയ കാലഘട്ടത്തിൽ ഭക്തി കവിതകളും സൂഫി കവിതകളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ആത്യന്തികമായി മനുഷ്യരുടെ ഏകതയെക്കുറിച്ച്, മനുഷ്യരുടെ ഒരുമയെക്കുറിച്ചായിരുന്നു. മനുഷ്യനെ മനുഷ്യനായിരിക്കാനുള്ള വിധിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും അവരുടെ ഒരുമയുടെ ആവശ്യം ഊന്നിപ്പറയുകയും ചെയ്ത ആളുകളായിരുന്നു ആ കാലഘട്ടത്തിലെ കവികൾ. ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്ത് പലപ്പോഴും മതത്തിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെടുന്ന ബിംബങ്ങളെയും അവ സൃഷ്ടിക്കുന്ന വിദ്വേഷത്തെയും ചോദ്യം ചെയ്ത് അങ്ങനെ മതങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിൻ്റെ മൂല്യം അവർ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അക്കാലത്ത് നിന്ന് പുതിയ കാലഘട്ടത്തിലെത്തുമ്പോഴും കവികൾ പറയുന്നത് മാനിഷാദ എന്നു തന്നെയാണെന്നും സച്ചിദാനന്ദൻ കൂട്ടിച്ചേർത്തു. മതങ്ങൾക്ക് അതീതമായ മനുഷ്യരുടെ മുഴുവൻ ഐക്യത്തെക്കുറിച്ചുള്ള അഗാധമായൊരു ജീവിത വീക്ഷണം, ഒരു അഗാധമായ ഉൾക്കാഴ്ച ആണ്. മനുഷ്യർ യാദൃശ്ചികമായി പല ജാതികളിലോ പല വർണ്ണങ്ങളിലോ പല മതങ്ങളിലോ ജനിച്ചു പോകുന്നു. ദയവ് ചെയ്ത് ഈ യാദൃശ്ചികതകളെ എല്ലാ കാലത്തേക്കും ഒരു മഹാസത്യമായി ഉയർത്തുകയോ അതിനെ വിദ്വേഷത്തിന്റെ കാരണമായി മാറ്റുകയോ ചെയ്യല്ലേ എന്ന നിരന്തരമായ അഭ്യർത്ഥനയാണ് ഈ ആയിരക്കണക്കിനുള്ള ഭക്തി കവികളും സൂഫി കവികളും എല്ലാം വളരെ കാലം ഇന്ത്യയിൽ ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത്. കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ കോളേജ് യൂണിയന്റെയും കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിന്റെയും സഹകരണത്തോടെ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിധാ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളികൃഷ്ണ, ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ C രാവുണ്ണി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി MN വിനയകുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, ജയറാം വാഴൂർ, ആർട്ടിസ്റ്റ് ഗായത്രി, തലയൽ മനോഹരൻ, കോളേജ് യൂണിയൻ ചെയർമാൻ RI ഇജാസ്, T ഗീത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്യാമ്പ് അംഗങ്ങളുടെ രചനകളുടെ അവതരണവും അവലോകനവും നടന്നു. CCTV ന്യൂസ് കേച്ചേരി. വിധാ സാഹിത്യോത്സവത്തിൽ മുതിർന്ന എഴുത്തുകാരുമായി സംവദിച്ച് ക്യാമ്പ് അംഗങ്ങൾ. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി 2ാം ദിനത്തിലാണ് മലയാളത്തിന്റെ തലയെടുപ്പുള്ള മുതിർന്ന എഴുത്തുകാരുമായി ക്യാമ്പ് അംഗങ്ങൾ സംവദിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പ്രൊഫസർ KV രാമകൃഷ്ണൻ എന്നിവരുമായാണ് ക്യാമ്പംഗങ്ങൾ സംവാദം നടത്തിയത്. കഥയുടെ ഞാറ്റുവേല എന്ന വിഷയത്തിൽ SK വസന്തൻ പ്രഭാഷണം നടത്തി. സാഹിത്യത്തിലെ ഇളമുറക്കാരനാണ് ചെറുകഥ എന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നോവലിനും കവിതയ്ക്കും മുൻപേ കഥ ഉണ്ടായിരുന്നുവെന്നതാണ് വസ്തുത. യേശുദേവനും ബുദ്ധനും ജനങ്ങളോട് സംവദിച്ചത് കഥകളിലൂടെയായിരുന്നുവെന്നും വസന്തൻ മാഷ് വ്യക്തമാക്കി. ഉപനിഷത്ത് കഥകളിലൂടെയാണ് ആശയം പറഞ്ഞു വെച്ചിരുന്നത്. ബുദ്ധൻ കഥകളാണ് ആളുകളോട് പറഞ്ഞു കൊടുത്തത്. ക്രിസ്തു ആളുകളോട് കഥയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ ആഖ്യാനത്തിലൂടെ കഥ പറയുന്നതിലൂടെ കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നാഗരികതയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. കവിതയുടെ ഞാറ്റടി എന്ന വിഷയത്തിൽ പ്രൊഫസർ KV രാമകൃഷ്ണനും പ്രഭാഷണം നടത്തി. തുടർന്ന് ക്യാമ്പംഗങ്ങൾ കഥയെയും കവിതയെയും കുറിച്ച് ഇരുവരുമായും സംവദിച്ചു. ശ്രീജ വിധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റീബ പോൾ, മെഹറൂസ് പ്രമോദ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പംഗങ്ങൾ രാവിലെ കോവിലന്റെ ഭവന സന്ദർശനവും നടത്തി. SK വസന്തൻ, പ്രൊഫസർ KV രാമകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. CCTV ന്യൂസ് കേച്ചേരി.
പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനായി നൽകിവരുന്ന പുനലൂർ ബാലൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് വടക്കേക്കാട് നായരങ്ങാടി സ്വദേശി തലക്കോട്ടൂർ ഡെറി പോൾ അർഹനായി. മൺപാത്രങ്ങളെക്കുറിച്ച് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. ഞായറാഴ്ച പുനലൂരിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. തൃശൂർ കേരളവർമ്മ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ ഗവേഷക വിദ്യാർത്ഥിയും മമ്മിയൂർ LF കോളേജ് പൊളിറ്റിക്കൽ വിഭാഗം അതിഥി അധ്യാപകനുമാണ് ഡെറി പോൾ. എരുവപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. മരുത്തങ്കോട് വട്ടപ്പറമ്പിൽ ഷാബിറിനാണ് പരിക്കേറ്റത്. ഇയാളെ എരുവപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുമോദനവുമായി നഗരസഭാ അധികൃതർ. +2 വിഭാഗത്തിൽ 297 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 92% വിജയം. 75 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. ബയോളജി സയൻസിന് 97%, കമ്പ്യൂട്ടർ സയൻസ് 90%, ഹ്യൂമാനിറ്റീസ് 86% എന്നിങ്ങനെയാണ് വിജയം. A+ ലഭിച്ചതിൽ തൃശൂർ ജില്ലയിലെ 1ാം സ്ഥാനത്തും സംസ്ഥാനത്ത് 15ാം സ്ഥാനത്തുമാണ് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ, ആരോഗ്യകാര്യ സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, കൗൺസിലർ VK സുനിൽകുമാർ തുടങ്ങിയവർ സ്കൂളിലെത്തി അധ്യാപകരെ നേരിൽ കണ്ട് അനുമോദനം അറിയിച്ച് മധുരവും നൽകിയാണ് മടങ്ങിയത്. തെരുവിൽ പൊലിയേണ്ട നിരവധി ജീവനുകൾക്ക് രക്ഷകനായ പൗലോസ് ആക്സിന്റെ പടിയിറങ്ങുന്നു. എക്സ് കേച്ചേരി ബ്രാഞ്ചിലെ ആംബുലൻസിന്റെ സാരഥിയായിരുന്ന പൗലോസ് നീണ്ട 14 വർഷത്തെ സേവനത്തിനൊടുവിൽ പ്രായാധിക്യം മൂലമാണ് ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കുന്നത്. ജോസ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആക്സ് കേച്ചേരി ബ്രാഞ്ചിൽ പകൽ സമയങ്ങളിലെ ഡ്രൈവറായാണ് പൗലോസ് സേവനമനുഷ്ഠിച്ചിരുന്നത്. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങൾ മൂലമാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. കഴിഞ്ഞ 14 വർഷത്തെ സേവന കാലാവധിയിൽ ആയിരക്കണക്കിന് റോഡപകടങ്ങളിൽപ്പെട്ടവരെയാണ് അദ്ദേഹം ആശുപത്രികളിൽ എത്തിച്ചത്. സ്ഥിരം അപകട മേഖലയായ കയപ്രമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്ത് ദിനംപ്രതി 1ലേറെ അപകടങ്ങളാണ് ഓരോ ദിവസവും നടക്കാറുള്ളത്. ചെറുതും വലുതുമായ അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് പൗലോസ് ആംബുലൻസിന്റെ വളയം പിടിച്ചിരുന്നത്. കാൽനൂറ്റാണ്ട് മുൻപ് ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ ജില്ലയിൽ ആക്ട് സംഘടന രൂപം കൊണ്ടത്. ആരംഭകാലത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ചുകളിലൊന്നായിരുന്നു കേച്ചേരിയിലേത്. ദിവസവും 2ഉം 3ഉം അപകടങ്ങൾ നടക്കുന്ന മേഖലയിൽ അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ഏറെ ആശ്വാസമായിരുന്നു ആക്ട്സിന്റെ സൗജന്യ ആംബുലൻസ് സർവീസ്. ഇതിലെ സാരഥിയായി 1.5 പതിറ്റാണ്ടോളം പ്രവർത്തിച്ച പൗലോസ് തന്റെ സേവനത്തിന്റെ ഭാഗമായി നിരവധി മനുഷ്യരെയാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപകടങ്ങളിൽ രക്ഷകനായതിന്റെ വീമ്പ് പറയാതെ ഒരു ജീവൻ പൊലിയാതിരിക്കാനായല്ലോ എന്ന ആശ്വാസമാണ് പൗലോസിന്റെ വാക്കുകളിലുള്ളത്. പാറന്നൂർ സ്വദേശിയായ പൗലോസ് ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ സംരക്ഷകൻ കൂടിയായിരുന്നു. ആക്സിൽ നിന്ന് ലഭിക്കുന്നത് തുച്ഛമായ വരുമാനമായിരുന്നിട്ടും ആംബുലൻസിന്റെ സാരഥിയായി തുടർന്നത് സഹജീവികളുടെ ജീവന് കാവലാളാവുക എന്ന ദൗത്യത്തിന്റെ കൂടി ഭാഗമായിരുന്നു. പലപ്പോഴും രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ റോഡരികിൽ കിടക്കുന്ന അപകടത്തിൽ പരിക്കേറ്റവരെയും കൊണ്ട് ഒറ്റയ്ക്ക് ആശുപത്രികളിൽ എത്തിക്കേണ്ടി വന്നപ്പോഴും മനസ്സ് പിടയ്ക്കാതെ ലക്ഷ്യത്തിലെത്തിക്കാനായത് ദൈവനിയോഗമാണെന്നാണ് പൗലോസിന്റെ പക്ഷം. നമ്മൾ കേസ് എടുത്തു വണ്ടിയിൽ കയറ്റി നമ്മൾ കൊണ്ടുപോകും. ചിലപ്പോൾ എത്തുമ്പോഴേക്കും മരിക്കും, ചിലർക്ക് രക്ഷപ്പെടും. അപ്പോൾ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവും, വിഷമമായിട്ട് കേട്ടു. മറക്കാൻ പറ്റിയ ഒരു കൊല്ലം മുന്നേ ഒരു ഫാമിലി ബൈക്ക് മറിഞ്ഞ് 2 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എത്തുമ്പോൾ ഒരാളും മരിച്ചു, ഒരാഴ്ച കഴിഞ്ഞ് മറ്റാളും മരിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു, മാത്രം വിഷമം. പ്രായം അനുവദിക്കാതെ വന്നതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ പൗലോസ് ആക്സിൽ നിന്നും സേവനം അവസാനിപ്പിച്ച് പടിയിറങ്ങുന്നത്. മുന്നോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നം ഉയർത്തുമ്പോഴും മനുഷ്യജീവനുകൾക്ക് കാവലാളായതിന്റെ പുണ്യം തനിക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് പൗലോസ്. CCTV ന്യൂസ്, കേച്ചേരി. 14 വർഷം ആക്സ് കേച്ചേരി ബ്രാഞ്ചിൽ ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച പൗലോസിന് യാത്രയയപ്പ് നൽകി. എക്സ് കേച്ചേരി ബ്രാഞ്ചിൽ പകൽ സമയ ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച പൗലോസ് പ്രായാധിക്യമായ പ്രയാസങ്ങൾ മൂലമാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. റോഡിൽ പൊലിയുമായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പൗലോസിനെ മഴുവഞ്ചേരി ആക്സ് സേവനാലയത്തിൽ നൽകിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ എക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി AF ജോണി, ജില്ലാ കൺവീനർ VA ജെനീഫർ, കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM മോഹസിൻ, ബ്രാഞ്ച് ട്രഷറർ MK മുഹമ്മദ് ബഷീർ, മാനേജർ MK ചന്ദ്രൻ, ബ്രാഞ്ച് കൺവീനർ AJ ജോൺ എന്നിവർ സംസാരിച്ചു.
ചാലശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന CSI അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ കലാസംവിധായകനും അവാർഡ് ജേതാവുമായ അജയൻ ചാലിശ്ശേരിയെ ആദരിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി വിവിധ ഭാഷകളിലെ സിനിമകൾക്ക് കലാസംവിധാനം നിർവഹിച്ചിട്ടുള്ള അജയൻ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ കലാസംവിധാനത്തിലൂടെയാണ് ഏറെ ശ്രദ്ധേയനായത്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കിയ അനുമോദന ചടങ്ങിൽ കൺവീനർ MM അഹമ്മദുണ്ണി ഉപഹാരം സമർപ്പിച്ചു. ചെയർമാൻ VV ബാലകൃഷ്ണൻ, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ, P ദിജിമോൾ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളിയാഴ്ച രാത്രി നടന്ന രണ്ടാം സെമിയുടെ ആദ്യപാദ മത്സരത്തിൽ FC പട്ന എതിരില്ലാത്ത ഒരു ഗോളിന് ഫിഫ മഞ്ചേരിയെ തോൽപ്പിച്ചു. ഇതേ ടീമുകൾ ഞായറാഴ്ച രാത്രി രണ്ടാം പാദ സെമിയിൽ മത്സരിക്കും. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും മാർവൽ ക്ലബ്ബ് ഗ്രാമത്തിലെ കായികരംഗത്തെ വളർച്ചയ്ക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ കഴിഞ്ഞ 23 മത്സരങ്ങൾക്കും മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ കായിക പ്രേമികളുടെ മികച്ച പിന്തുണയാണ് ലഭിച്ചത്. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെയും ആർപ്പുവിളികളുടെയും ആരവത്തോടെയാണ് മൈതാനത്ത് ഫുട്ബോൾ ആരാധകർ കളി കാണാൻ എത്തുന്നത്. ഫൈനൽ മത്സരം ചൊവ്വാഴ്ച നടക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഇടം സാംസ്കാരിക വേദി വെള്ളറക്കാട് മേഖലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. അറിവിടം എന്ന ശീർഷകത്തിൽ വെള്ളറക്കാട് വിവേകസാഗരം സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് മുൻ കുന്നംകുളം വിദ്യാഭ്യാസ ഓഫീസർ MS സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ചെയർമാൻ സുവിത രഞ്ജിത്ത് അധ്യക്ഷയായി. വിവേകസാഗരം സ്കൂൾ പ്രധാനാധ്യാപിക PR ജയശ്രീ, ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, ക്യാമ്പ് കൺവീനർ അബ്ബാസ് വെള്ളറക്കാട് എന്നിവർ സംസാരിച്ചു. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിൽ സ്മൈൽ ഫൗണ്ടേഷൻ ആദ്യ ദിനത്തിൽ പ്രദർശനത്തോടുകൂടിയുള്ള ക്ലാസ് ഉണ്ടായി. കോർഡിനേറ്റർ അലീഷ ഷാജി, സീനിയർ സ്റ്റം ഫെസിലിറ്റേറ്റർമാരായ CS ജിയ, KB എൽസമോൾ, സ്റ്റം ഫെസിലിറ്റേറ്റർമാരായ സ്റ്റെഫി ഷാജി, റോജിൻ റോയ്, ലക്ഷ്മി ഹരി, TS ഷബ്ന എന്നിവർ നേതൃത്വം നൽകി. അകലാട് പള്ളി മകാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 71ാമത് ഉറൂസ് മുബാറക്കിന്റെ പ്രധാന ഭാഗമായ ഭക്ഷണ വിതരണത്തോടെ നേർച്ച സമാപിച്ചു. മെയ് 7 ചൊവ്വാഴ്ച മുതൽ 11 ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് ഉറൂസ് മുബാറക് നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ മഹാനർകളുടെ തറവാട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പതാക മഹല്ല് പ്രസിഡന്റ് MV അഹമ്മദ് കുട്ടി ഹാജി ഏറ്റുവാങ്ങി. PM മഹമ്മൂദ് ഹാജി, സക്കറിയ ദർവേഷ് തങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അകലാട് ജുമാ മസ്ജിദ് ഖതീബ് PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ച് പ്രാർത്ഥന നടത്തി. തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ശൈഖ് റിഫാഇ റാത്തിബിന് ബഷീർ സഖാഫി കല്ലൂർ നേതൃത്വം നൽകി. ഈ ദിവസങ്ങളിൽ ദിക്ർ ഹൽക്ക, മൗലിദ് പാരായണം, മതപ്രഭാഷണം, അനുസ്മരണ പ്രഭാഷണം, ദുആ സമ്മേളനം തുടങ്ങിയവയും നടന്നു. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകി. KV കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, അഹമ്മദ് കബീർ ഫൈസി അകലാട്, വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദ് ഖതീബ് മുനീർ ഹുദവി, അകലാട് ഗാദ്രിയ മസ്ജിദ് ഖതീബ് ജാബിർ ഫൈസി, അബ്ദുൽ ഹമീദ് ബാഗവി, അങ്കമാലി ടൗൺ മസ്ജിദ് ഖതീബ് ബാവ മുസ്ലിയാർ, അബ്ദുൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുത്തു. ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. മഹമ്മൂദ് ദർവേഷ് തങ്ങൾ, കമ്മിറ്റി പ്രസിഡന്റ് PM മഹമ്മൂദ് ഹാജി, ജാറം കമ്മിറ്റി ട്രഷറർ PM മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നേർകുളം. കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6-ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രത്തിൽ പുതുതായി സ്ഥാപിച്ച ധ്വജസ്തംഭ പ്രതിഷ്ഠ തിങ്കളാഴ്ച രാവിലെ 8:30 ആരംഭിക്കും. രാത്രിയിൽ കൊടിയേറ്റവും നടക്കും. 15-ന് സർപ്പബലിയും 8-ാം വിളക്ക് ദിവസമായ 16-ന് ഉത്സവ ബലിയും 17-ന് പള്ളിവേട്ടയുമാണ്. 18-ന് വൈകിട്ട് ഗ്രാമപ്രദർശനത്തിന് ശേഷം രാത്രിയിൽ ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ദിവസവും അന്നദാനം ഉണ്ടാകും. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രമൂരാളൻ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര ഭാരവാഹികളായ ബാലൻ വാർനാട്ട്, വിനോദ് കുമാർ അകമ്പടി, ശിവൻ കണിച്ചാടത്ത്, രാജു കലാനിലയം, ഹരി കൂടത്തിങ്കൽ, രാജേഷ് പെരുവഴിക്കാട്ട്, TK ആനന്ദകൃഷ്ണൻ, P രാഘവൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് ശ്രീ പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 5ാമത് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടി നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ആരംഭം കുറിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ഭാഗവതാചാര്യൻ ഗുരുവായൂർ മണികണ്ഠ വാര്യരെ ഭക്തർ പൂത്താലത്തോടുകൂടി വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ദേവി ഭാഗവത പാരായണം നടന്നു. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തരി, ക്ഷേത്രം സെക്രട്ടറി വിനോദ് TV, പ്രസിഡന്റ് ബാബു ES, ട്രഷറർ വിശ്വനാഥൻ ഐനിക്കൽ, ക്ഷേത്രം കോമരം വിനോദ്, ഊരാളൻ ധർമ്മരാജൻ എന്നിവരും ക്ഷേത്രം എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംബന്ധിച്ചു. മെയ് 11 മുതൽ മെയ് 19 വരെയാണ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുക. വാർത്തകൾ തുടർന്നു. സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഗുരുവായൂരിൽ നടന്നു.
നഗരസഭ വായനശാല ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് MB അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C സുരേഷ് കുമാർ, മുൻ സംസ്ഥാന സെക്രട്ടറി VP അരവിന്ദാക്ഷൻ എന്നിവർ ക്ലാസ് നയിച്ചു. ജില്ലാ സെക്രട്ടറി NA അനുരാഗ്, VK രാജകൃഷ്ണൻ, M സുധീർ, CI സ്മിത, CS തനുജ, G പത്മാദേവി തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അംഗൻവാടി വർക്കർമാർക്കായി വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ ക്ലാസ് എടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിന് ICDS സൂപ്പർവൈസർ സഹീറ സ്വാഗതവും അംഗൻവാടി വർക്കർ മല്ലിക ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ചർച്ചയും ആയുർവേദ പ്രതിരോധ മരുന്ന് വിതരണവും ഉണ്ടായി. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ 93-94 ബാച്ചിന്റെ നേതൃത്വത്തിൽ ഗൽബിലെ വന്നേരി 2024 എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന ചടങ്ങിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫയുടെ അധ്യക്ഷതയിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. കേരള ലീഗൽ മെട്രോളജി വിഭാഗം സൂപ്രണ്ട് ഓഫ് പോലീസ് ആൻഡ് കൺട്രോളർ VK അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചിത്രകാരനും സ്കൂളിലെ മുൻ അധ്യാപകനുമായ അവണാവ് നാരായണൻ മാഷെ ആദരിക്കലും കവർ പേജ് പ്രകാശനവും കവിയും ഗാനരചയിതാവുമായ ഹരിനാരായണൻ നിർവഹിച്ചു. കലാനിരൂപകൻ E ജയകൃഷ്ണൻ പരിചയപ്പെടുത്തൽ പ്രസംഗം നടത്തി. തുടർന്ന് നാരായണൻ മാസ്റ്റർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് പ്രശസ്തിപത്രം കൈമാറി. അവണാവിൻ്റെ വരസാധകം എന്ന ചിത്രപ്രദർശന എക്സിബിഷൻ വന്നേരി സ്കൂൾ മാനേജർ രമണി അശോകൻ ഉദ്ഘാടനം ചെയ്തു. നാരായണൻ മാസ്റ്റർ ദിവസവും തന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന തിരഞ്ഞെടുത്ത 3650-ലേറെ ചിത്രങ്ങൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു. നാരായണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. ഷൈനി, സുരേഷ്, ഫസീജ, ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. V താജുദ്ദീൻ സ്വാഗതവും പ്രതീക്ഷ നന്ദിയും പറഞ്ഞു. രണ്ടാം ദിനമായ ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുളിമരത്തണലിൽ ഒരുമിക്കും. വൈകിട്ട് ജോയ്മാഷ്, എടപ്പാൾ വിശ്വനാഥൻ തുടങ്ങിയവർ നയിക്കുന്ന സംഗീത സന്ധ്യയോടെ പരിപാടികൾ സമാപിക്കും. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. പുന്നയൂർക്കുളം കുന്നത്തൂർ രഞ്ജി ക്രിക്കറ്റ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ആൽത്തറ രാമരാജ UP സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വടക്കേക്കാട് SHO ബിനു R നിർവഹിച്ചു. രഞ്ജി ക്രിക്കറ്റ് ക്ലബ് സെക്രട്ടറി സജീവ് കരുമാലിക്കൽ അധ്യക്ഷത വഹിച്ചു. വെറ്ററൻസ് ക്യാപ്റ്റൻ ആഷിഖ് പെരുമ്പാൽ, വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ, യൂണിറ്റി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും ജനമൈത്രി പോലീസ് ജില്ലാ കോർഡിനേറ്ററുമായ സക്കറിയ കുന്നച്ചമേട്ടിൽ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രതിനിധി സേവിയോ, വടക്കേക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. 12 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് രാവിലെ 7 മണി മുതൽ 9 മണി വരെ കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നത്. ക്ലബ് ഭാരവാഹികളായ ലിബിൻ എഴുത്തുപുരയ്ക്കൽ, അജീഷ്, മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി ശ്രദ്ധേയമായി. പട്ടിത്തടത്ത് നടത്തിയ റാലി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് പാസ്റ്റർ CC ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പാസ്റ്റർ പോൾ ബാബു, ഐസക് പോർക്കുളം, ജോയ് രണ്ടത്താണി, പാസ്റ്റർ ലിജോ തൃശൂർ, പാസ്റ്റർ സാംസൺ എറണാകുളം എന്നിവർ നേതൃത്വം നൽകി. പട്ടിത്തടത്ത് ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി പഴഞ്ഞിയിൽ സമാപിച്ചു. 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈശാഖ ഏകാദശി മഹോത്സവം മെയ് 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15 രാവിലെ വിശേഷാൽ പൂജകൾ, നാരായണീയ പാരായണം, കലശാഭിഷേകം, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. രാവിലെ 9:30 KB സുകുമാരന്റെ വസതിയിൽ നിന്ന് താലത്തോടുകൂടി കൊടിമരം ഘോഷയാത്രയും വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കോടിയേറ്റും നടത്തും. തുടർന്ന് ഉത്സവാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവേദിയിൽ ഭരതനാട്യം, സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവ ഉണ്ടായിരിക്കും. 16 വൈകിട്ട് ശ്രീ പാർവതി സംഗീത നൃത്ത വിദ്യാലയം പൊന്നാനിയുടെ നൃത്താഞ്ജലി, സർപ്പബലി ദർശനം, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരിക്കും. 17 കാദംബരി നൃത്ത കലാക്ഷേത്രം വടക്കേകാടിന്റെ നൃത്താഞ്ജലി, സന്ധ്യവേല എന്നിവയും ഉണ്ടായിരിക്കും. 18 രാവിലെ 10:30 ഉത്സവബലി ദർശനം, വൈകിട്ട് 5:30 കൈകൊട്ടുകളി, തിരുവാതിരക്കളി, വട്ടക്കളി, സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയും ഉണ്ടായിരിക്കും. 19 വലിയ വിളക്ക് വൈശാഖ ഏകാദശി ദിവസം ദേശപകർച്ച നൽകും. പകർച്ച ആവശ്യമുള്ളവർ 16 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. രാവിലെ നാരായണീയ പാരായണത്തിന് ശേഷം 8 മണിക്ക് പന്തിരടി പൂജ, വൈകിട്ട് സ്റ്റേജ് പരിപാടികളും ഉണ്ടായിരിക്കും.
20 രാവിലെ ദ്വാദശി ആറാട്ട് ദിവസം ആറാട്ടുകടവിൽ ദർശനം, കൊടിക്കൽപ്പറ, കലശം അഭിഷേകം, വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദേശപൂരം വരവ് എന്നിവ ഉണ്ടാകും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി സാധു, പുതുപ്പള്ളി കേശവൻ, അമ്പാടി ബാലനാരായണൻ തുടങ്ങി തലയെടുപ്പുള്ള 10-ൽ പരം ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാവും. രാവിലെ 11-നും വൈകിട്ട് 6:20-നും ആൽത്തറമേളം, രാത്രി 7-ന് ഓട്ടോ ഡ്രൈവേഴ്സ് ഒരുക്കുന്ന ഗാനമേള എന്നിവയുണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ശ്യാം പനമുക്കിൽ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ പുല്ലിയത്ത്, ജോയിന്റ് ട്രഷറർ MG സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗം ഹരി എഴുത്തുപുരക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. പുന്നയൂർക്കുളം ചമ്മന്നൂർ മഹലിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് മഹല്ല് ജമാഅത്ത് കമ്മിറ്റി യാത്രയപ്പ് നൽകി. മഹല്ല് ഖത്തീബ് അലി ദാരമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ICA കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റസാഖ് IP, മഹല്ല് ട്രഷറർ ചേമ്പാലക്കാട്ടിൽ മുഹമ്മദ് ഉണ്ണി, നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ സദർ മുവല്ലമിൻ ഇസ്മായിൽ സുഹരി, ചമ്മന്നൂർ മഹല്ല് ജുമാ മസ്ജിദ് പുനർനിർമ്മാണ കമ്മിറ്റി ട്രഷറർ പാവൂരിൽ അബ്ദുൾ റസാഖ്, ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പതിയാന വളപ്പിൽ കുഞ്ഞുമൊയ്തു, കുഞ്ഞുമുഹമ്മദ്, തണ്ണീർക്കോട്ടിൽ അബുബക്കർ, കോട്ടത്തയിൽ കുഞ്ഞുമോൻ, അറക്കൽ കുഞ്ഞുമൊയ്ത്, തറയിൽ ഖാദർ എന്നിവർ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി തളികശ്ശേരി ഹസൻ സ്വാഗതവും ചേമ്പാലക്കാട്ടിൽ സെയ്ദ് മുഹമ്മദ് ഉസ്താദ് നന്ദിയും പറഞ്ഞു. വേലൂരിലെ മുൻ CPM ലോക്കൽ സെക്രട്ടറിയും കാർഷികേതര സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റുമായിരുന്ന PK ഹരികൃഷ്ണൻ മാസ്റ്ററുടെ 1ാം അനുസ്മരണം സംഘടിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റിയിലെ 11 ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി പ്രഭാത പേരി നടത്തി. കീരാലൂരിലുള്ള EK നയനാർ സ്മാരക മന്ദിരത്തിൽ CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ ഹരികൃഷ്ണൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. PK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് വാറോട്ടിൽ, PS രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി എന്നിവർ സംസാരിച്ചു. നവമാധ്യമ കാഴ്ച. ഒരാൾ ആപത്തിൽപ്പെടുമ്പോൾ മറ്റൊന്നും നോക്കാതെ അയാളെ സഹായിക്കാൻ കരുണയുള്ള മനസ്സുകൾക്ക് സാധിക്കൂ. സ്വന്തം പരിമിതികൾ മറന്നു പോലും സഹജീവിയുടെ പ്രയാസത്തിൽ കൈത്താങ്ങാകാൻ ഈ വ്യക്തി കാണിക്കുന്ന മനസ്സിനെ സമ്മതിക്കാതെ വയ്യ. കുഞ്ഞാലിക്കോട്ടിൽ നൽകിയ ദൃശ്യം. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ, ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ, കലങ്ങിടുമീ കണ്ണിൽ പുലരിനി വന്നിടുമോ ഏഴകളി മണ്ണിൽ പാദം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6725 രൂപ, സ്വർണം പവന് 53,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചർമ്മം തിച്ചൂർ കാമ്പുറത്ത് കരുണാകരൻ നായർ ഭാര്യ വിജയലക്ഷ്മി അമ്മ നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പുതുശ്ശേരി പുണ്യതീരത്ത് നടക്കും. രാജ്കുമാർ, മീനാകുമാരി, സ്വർണ്ണലത എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്ഥയിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. 44 വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്ഥയിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. സാമൂഹിക വ്യവസ്ഥിതികളോട് കലഹിക്കുമ്പോഴും മനുഷ്യരുടെ ഒരുമയ്ക്കും ഐക്യത്തിനുമായി നിലകൊണ്ടവരായിരുന്നു പൗരാണിക കാലഘട്ടത്തിലെ കവികളെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിദാ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം സച്ചിദാനന്ദൻ നിർവഹിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുടെ സേവനമില്ല. രോഗികൾ വലയുന്നു. ഡോക്ടറുടെ സേവനം നിലച്ചിട്ട് 2 മാസത്തോളമായിട്ടും നടപടിയില്ല. അകലാട് നേർച്ചയ്ക്ക് സമാപനം. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 71ാമത് നേർച്ചയ്ക്ക് സമാപനമായത് ഉറൂസ് മുബാറക്കിന്റെ പ്രധാന ഭാഗമായ ഭക്ഷണ വിതരണത്തോടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.